ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രഗ്നൻസി ഫേസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്നലെ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണാൻ പോയപ്പം ഇന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽപ്പുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഇനി നെക്സ്റ്റ് ടൈം വീട്ടിൽ വരുമ്പോൾ വാവയും കൂടെ കാണും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബേബി ബമ്പൊക്കെ ഒരുപാട് മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും. ഒരു പ്രോപ്പർ വ്ളോഗായിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ് കേട്ടോ, ലോങ് വീഡിയോ ആയിട്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സമയവും സാഹചര്യവും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാം ഷോർട്സിൻ്റെ രീതിയിൽ തന്നെ എടുത്തത്. അപ്പോൾ അത് മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാനുള്ളതെല്ലാം. ഞാനും അമ്മയും ഉണ്ണിയും കൂടെ കേട്ടോ പോകുന്നായിരുന്നു. ഏട്ടൻ ഇപ്പോഴല്ല, വൈകുന്നേരം വരും. കാരണം നമുക്ക് നാളെയാണ് പെയിൻ വരാനുള്ള മരുന്ന് വെക്കുന്നത്. ഇന്ന് അഡ്മിറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നാളെയാണ് കേട്ടോ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ലീവൊന്നും എടുത്ത് കളയണ്ടായി. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് ആവശ്യങ്ങൾക്ക് ലീവ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എന്നിടത്ത് വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരും. അങ്ങനെ അച്ഛമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് വീട്ടിൻ്റെ അടുത്തുള്ള എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു. പിന്നെ എല്ലാവരെയും ഫോണൊക്കെ ചെയ്ത് പറഞ്ഞിട്ട് നേരെ നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ വന്നത്. ഞാൻ ജൂബിലി ഹോസ്പിറ്റലാണ് കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡോക്ടറിൻ്റെ പേര് മേരിക്കുട്ടി എന്നാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിനെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി മാഡത്തിൻ്റെ OP എടുത്തതിന് ശേഷമാണ് നമുക്ക് റൂം ബുക്ക് ചെയ്യാനായിട്ട് പോവേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ മാഡത്തിനെ കണ്ടിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇത് എൻ്റെ ബ്രൈഡാണ് കേട്ടോ, ജിൻസി. ഞാൻ ജിൻസിയുടെ മേക്കപ്പ് ചെയ്ത വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻസിയുടെ റിസപ്ഷനും കല്യാണവും ആഫ്റ്റർ റിസപ്ഷനും എല്ലാം ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ എനിക്ക് റൂമൊക്കെ അറേഞ്ച് ചെയ്തത്. നമ്മൾ ആദ്യം ഈ റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഏറ്റവും താഴത്തെ ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ പിന്നെ ലേബർ റൂമിൻ്റെ അടുത്തോട്ടുള്ള റൂം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ റൂമാണ് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നേഴ്സ് വന്നിട്ട് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിന് മുന്നേയുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും പിന്നെ ലാസ്റ്റ് സ്കാനിൻ്റെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയതിനു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ട് അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. കാരണം എപ്പോഴും പുറത്ത് നിന്ന് ഇനിയിപ്പം 2-3 ദിവസം ഇവിടെ നിന്നായിരിക്കും, ക്യാൻറ്റീനിൽ നിന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്താണ് വന്നത്. എനിക്കും അമ്മയ്ക്കും നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണി എപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ബോറടിച്ച് ഞാനും അമ്മയും കൂടെ കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. എൻ്റെ നെറ്റും തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞൊരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയി കേട്ടോ. കാരണം ഇനിയിപ്പം നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ കുളിച്ചൊന്ന് ഫ്രഷ് ആയി ചെറുതായിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. കാരണം ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് ചുണ്ട് നല്ല രീതിക്ക് കറക്കുന്നുണ്ടായിരുന്നു. അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടാതെ ഇരിക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് ഒരുങ്ങിയാണ് നിന്നത്. ഡോക്ടറിനെ കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നോട്ട് നല്ല രീതിക്ക് എക്സസൈസ് ചെയ്ത് സ്റ്റെപ്പൊക്കെ കയറി നല്ല രീതിക്ക് അങ്ങ് ബോഡിയൊക്കെ നല്ല അനക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന തൊട്ട് ഫുൾ ടൈം നടത്തവും എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുള്ളും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നുകൊണ്ട് ഒരുപാട് ടൈം എടുക്കും, ചിലപ്പോൾ 12 മണിക്കൂർ എടുക്കാം, 10 മണിക്കൂർ എടുക്കാം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. കാരണം എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ വേദന വരും, ചെല്ലും, പ്രസവിക്കും, ഉടനെ തന്നെ പ്രസവിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു. പക്ഷെ എല്ലാം മാറിയത് ഇപ്പോഴാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലേബറിന് തന്നെ ഓരോ സ്റ്റേജസ് ഉണ്ട്, ഇത്രയും മണിക്കൂർ എടുക്കും എന്നൊക്കെ ഉള്ള കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ. അപ്പം ഒരുപാട് സമയം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപർണയും ഗോപിയൊക്കെ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6-7 മണിയൊക്കെ അരന്തണ്ണൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ തോന്നിട്ട്. ഇവിടുത്തെ ക്യാൻറ്റീനിലെ ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. വാഴ നനയുന്നതിൻ്റെ കൂട്ടത്തിൽ ചീര നനയുന്നെന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഉണ്ണിയുടേത്. കാരണം ഞാനിവിടെ അഡ്മിറ്റ് ആയാലും ഏറ്റവും സന്തോഷം ഉണ്ണിക്കാണ് കേട്ടോ. കാരണം സമയാസമയം ആഹാരം, റെസ്റ്റ്, ഉറക്കം എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഉണ്ണിക്കാണ്. പിന്നെ ഒരുപാട് അവൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം ക്യാൻറ്റീനിൽ പോകുന്നതും ബാക്കി കാര്യങ്ങൾ ചെയ്തതും ഓടി നടക്കുന്നതെല്ലാം ഉണ്ണിയാണ്. അമ്മ എൻ്റെ കൂടെയാണ് ഇരിക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു 9:30 ആയപ്പോൾ വീണ്ടും നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ. എൻ്റെ ഡ്രസ്സൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. കാരണം ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഡ്രസ്സിങ്. ഫുൾ നടത്തവും എക്സസൈസും എല്ലാം ആയിരുന്നു. ഈ എക്സസൈസാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കാരണം ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങനെ തന്നെ പോയി. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഒരു 5:45 തന്നെ നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം വെച്ച് തരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും പേടി നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് രാവിലത്തെ മെഡിസിനും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 7 മണിയൊക്കെ എൻ്റെ അടുത്ത് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉണ്ണി പോയി ക്യാൻറ്റീനിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഈ കയ്യിൽ ഈ സംഭവമുള്ളതുകൊണ്ട് നല്ല വേദനയായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയാണ് പിന്നെ വാരി തന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഒരു കുട്ടയ്ക്ക് മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് ലേബർ റൂമിലോട്ട് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന ഡയലോഗാണ് ഓർമ്മ വരുന്നത് കേട്ടോ. മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ എന്തോ സിനിമ ആണെന്ന് പോലെയാണ് ഇതേ പോണത്. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഇപ്പോൾ അവസാനിക്കും. പിന്നെ ലാസ്റ്റായിട്ട് ബേബി ബമ്പൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനും അതിനും കൂടെ ചേർന്നിട്ട്. പിന്നെ അവർ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു നേഴ്സ്. പിന്നെ നേരത്തെ ലേബർ റൂമിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ ജൂബിലിയിൽ വരുന്നത്. അതായത് ഇങ്ങനെ വയ്യാതെ ഒന്നും ഇതിന് മുന്നേ വന്നിട്ടില്ല. ഈ ഒരു പ്രഗ്നൻസിയുടെ ടൈമിലായിരുന്നിട്ട് ഇങ്ങനെ കുറേ നോക്കിയിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞത്. പിന്നെ എൻ്റെ 2-3 ചേച്ചിമാരൊക്കെ ഇവിടെയാണ് കേട്ടോ ഡെലിവറിയൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അവരൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനും ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം, അതായത് 100-ന് 100 കൊടുക്കാന്നുള്ളൊരു കാര്യം ഇവിടുത്തെ നേഴ്സിംഗ്
നഴ്സിംഗ് കെയർ ആണ് കേട്ടോ. അത്ര സ്വീറ്റായിട്ടുള്ള നഴ്സുമാരാണ്. ഞാൻ ഇത്രയും നല്ല നഴ്സുമാർ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഓരോ അസുഖമായിട്ടോ വേറെ ഹോസ്പിറ്റലൊക്കെ പോവും, അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാണും കേട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരാൾ പോലും മോശമായിട്ടോ അല്ലെങ്കിൽ മുഖം ചുളിക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല രീതിക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 9 മണിയായപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡോസ് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പെയിൻ വരാനുള്ളത്. അത് തന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് കോൺട്രാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വേദന ഇങ്ങനെ ചെറുതായിട്ട് വരാനായിട്ട് തുടങ്ങി. എന്നാലും ഞാൻ ഇനി പിടിച്ചു നിന്നു കേട്ടോ. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പം അമ്മയ്ക്ക് വിഷമമാവും, അമ്മയും കരയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് വേദന വന്നിട്ട് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കാൻ കേട്ടോ. ഇങ്ങനെ ചെറിയ കോൺട്രാക്ഷൻസ് പക്ഷേ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ വേദന ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്തൊക്കെ. അങ്ങനെ രാവിലെ 9 മണിയപ്പോൾ ഫസ്റ്റ് ഡോസ് മരുന്ന് തന്നു. അതിനുശേഷം ഇങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരകത്ത് ഇങ്ങനെ നിർത്തത്തില്ല, നമ്മളടുത്ത് പുറത്ത് പൊക്കോളാൻ പറയും, വീട്ടുകാരുടെ അടുത്തൊക്കെ ആയിട്ട് ഇരുന്നിട്ട് വരാൻ പറയും കേട്ടോ. പിന്നെ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്ത് ഒരു 5 മണിയായപ്പോൾ ഞാനൊരു എക്സസൈസ് ചെയ്തോട്ടെ. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എണീറ്റു. അതൊരു 3 പ്രാവശ്യം ചെയ്തപ്പോൾ എൻ്റെ വാട്ടർ ബ്രേക്കായി, എൻ്റെ ഫ്ലൂയിഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഉടനെ തന്നെ എന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവർ പാഡൊക്കെ വെച്ച് തന്നു. കാരണം ഇങ്ങനെ വാട്ടർ പൊക്കോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഫ്ലൂയിഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഫ്ലൂയിഡ് പോയതിനു ശേഷം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന സ്റ്റാർട്ടായി കേട്ടോ. കാരണം ഭയങ്കരമായിട്ടുള്ള വേദനകൾ വന്നു. അതുവരെ വീണ്ടും സഹിച്ച് നിൽക്കാൻ പറ്റി. പക്ഷേ ഫ്ലൂയിഡ് പൊട്ടിയതിന് ശേഷം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ വേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അമ്മയ്ക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. പിന്നെ അമ്മയും കുറേ നേരം കരയാൻ തുടങ്ങി. പിന്നെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് നിന്നു കേട്ടോ. എനിക്ക് നല്ല വിഷമവും വേദനയും എല്ലാം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു ഓരോ കോൺട്രാക്ഷൻ വരുമ്പോഴും. സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഈ ഒരു പെയിനൊക്കെ ഞാൻ എങ്ങനെയാണ് ഗോ ത്രൂ ചെയ്തത്. ആ ഒരു സമയത്ത് നമുക്ക് നോർമലി ഇങ്ങനെ ഒരു ശക്തി വരും കേട്ടോ. പിന്നെ അപർണ ആണെങ്കിൽ കരയാൻ തുടങ്ങി. എനിക്ക് പെയിൻ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപർണ കരയാനായിട്ട് തുടങ്ങി. അവിടെ നിന്ന് ഓടി പിടിച്ചാണ് വന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെയും കൂടെ അകത്ത് കയറ്റും കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഡോസ് തരുമ്പോൾ പോലും നമ്മളിങ്ങനെ വെളിയിൽ വിടും കേട്ടോ. നമ്മുടെ വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനായിട്ട് പറയും. പിന്നെ അപ്പോഴേക്കും നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്ത് ലേബർ റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പോയിട്ട് വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലത്തെ റൂം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് എനിക്ക് വേദനയ്ക്കുള്ള ട്രിപ്പ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഫുൾ ലേബർ റൂമിലായിരുന്നു കേട്ടോ. വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാതെ അങ്ങനെ തന്നെ പോയി. രാത്രി ഫുള്ള് ലേബർ റൂമിലായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവർ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ കോൺട്രാക്ഷൻസും വേദനയും എല്ലാം കൊണ്ടിട്ട് ഒരുപോലെ കണ്ണടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാവൻ നഴ്സുമാരാണ് വന്നിങ്ങനെ തടവി ഇരുന്നത്. ഇന്നലെ ഒരു പൊടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ നല്ല ക്ഷീണവും ദേഹം വേദന എല്ലാം എനിക്കുണ്ടായിരുന്നു. ആകെ മൊത്തത്തിലൊരു ചത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. ഞാൻ മനസ്സിൽ വിചാരിച്ചു എനിക്ക് ഒരു പ്രസവം പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മ 3 സുഖപ്രസവമായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് അമ്മേനെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. കാരണം എനിക്ക് കിട്ടിയ ഒരു കെയറിൻ്റെ പകുതിയുടെ പകുതി പോലും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അമ്മ 3 പേരെയും പ്രസവിച്ചു, 3 പേരെയും വളർത്തി. എനിക്ക് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമമായത്. എൻ്റെ പെയിനേക്കാട്ടിൽ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്, അമ്മ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളൊക്കെ. എല്ലാവരും ഇങ്ങനെ പറയും, ഇങ്ങനെ നമ്മൾ പ്രസവിച്ച് കഴിയുമ്പോഴാണ് അമ്മയുടെ വില മനസ്സിലാവണം എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. ഓരോ പ്രാവശ്യം വേദന വരുമ്പോഴും വിചാരിക്കും ഇതായിരിക്കും പ്രസവ വേദന എന്ന്. പക്ഷെ അങ്ങോട്ട് പോകെ അത് കൂടി വരുന്നല്ലാതെ കുറയൂല. അങ്ങനെ നേരെ ഇപ്പോൾ ലേബർ റൂമിൻ്റെ അകത്തോട്ടാണ് പോകുന്നത്. എനിക്കൊരു 9 മണിയായപ്പോൾ എനിക്ക് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു വേദനയുടേത്. അതൊരു 1/4 ഭാഗം ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദന സ്റ്റാർട്ടായി കേട്ടോ. എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ കിടന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് PVയും ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഡയലേഷൻ ഇങ്ങനെ 3, 5 ഇങ്ങനെ ഓരോ സെൻറ്റിമീറ്ററായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്ന് നമുക്ക് കാണാം, ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അരന്തണ്ണും അപർണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും കണ്ട, കാരണം ഇവരെ കാണുമ്പോഴാണ് ഞാൻ കൂടുതൽ ഇമോഷണൽ ആവുന്നത്. അപ്പോൾ ഇവരില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ആ വേദന ഇങ്ങനെ സഹിച്ചിരിക്കും. ഇവരെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരും. അമ്മ ആ ഭാഗത്തോട്ടേ വന്നില്ല. എനിക്ക് നല്ലോണം അറിയാമെന്ന് അമ്മ വരൂല എന്ന്. കാരണം അമ്മ ഞാൻ കരയാൻ കഴിഞ്ഞാൽ എന്നെയും കാട്ടി അവിടെ നിന്ന് കരയും. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു, സിസ്റ്റർ ആരെയും കയറ്റി വിടണ്ട, എനിക്ക് നിങ്ങളിൽ ആരെങ്കിലും നിന്നാൽ മതിയെന്ന്. പിന്നെ അവിടുത്തെ ഒരു സിസ്റ്ററാണ് കേട്ടോ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിന്നത്. പിന്നെ അതിനുശേഷം പെട്ടെന്ന് തന്നെ 9 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി. പിന്നെ ആ ഒരു ഡെലിവറി ചെയ്യുന്ന ആ ഒരു ബെഡിലേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡോക്ടറും വന്നിട്ടുണ്ടായിരുന്നു. ഒരു സിസേറിയനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, കല്യാണിക്ക് ഇത്രയും പെട്ടെന്ന് കാണുമെന്ന് വിചാരിച്ചില്ല. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഡെലിവറി നടക്കുമെന്ന് വിചാരിച്ചില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ചല്ലോ തോന്നി കേട്ടോ. കാരണം ഈ യൂറിൻ പോകാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക്, ഈ ഒരു ഡെലിവറിക്ക് ഇടയ്ക്ക് തന്നെ അവർ യൂറിൻ്റെ പോകാനുള്ള ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡെലിവറി പെയിൻ്റെ കൂടെ തന്നെ ആ ഒരു പെയിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ സഹിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കോൺട്രാക്ഷൻസ് വരുമ്പോഴാണ് ഇങ്ങനെ പുഷ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനുള്ള എനർജി പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ ഫുൾ ഉറങ്ങാത്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെടുത്താൽ മതി എന്നുള്ള അവസ്ഥയിൽ ഞാൻ എൻ്റെ മാക്സിമം ശക്തി എടുത്തിട്ടാണ് ഞാൻ പുഷ് ചെയ്തത്. അങ്ങനെ 9 മാസം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ 11:35 എത്തി. എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഇത്രയും വേദന സഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ മറക്കും എന്നുള്ളത് വളരെ സത്യമാണ് കേട്ടോ. ഞാൻ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ആ വേദനയൊക്കെ മറന്നു. കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ആ വേദനയൊക്കെ നല്ല രീതിക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അരന്തന്നൊക്കെ കരയുന്നു, എനിക്ക് 100% ഉറപ്പായിരുന്നു കേട്ടോ. കാരണം ഇത്രയും പേരും കാത്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ. എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇത്. എനിക്ക് സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് നേഴ്സിങ്ങിനെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെ കാണിച്ച സമയത്ത് ഹസ്ബൻഡും അച്ഛനൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു എന്ന്.
ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ഒരിക്കലും മറന്നു പോവാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഈ ഒരു ഫുൾ പ്രഗ്നൻസി ജേർണിയിൽ എൻ്റെ ഫാമിലിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അരന്തൻ്റെ വീട്ടുകാരായിരുന്നാലും എൻ്റെ വീട്ടുകാരായിരുന്നാലും എന്നെ അങ്ങനെ ഒരു കാര്യത്തിനും പ്രഷർ ചെയ്ത് ഒരു കാര്യം ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തതും എല്ലാത്തിനും നിന്നതും. എന്നെ ഒരു വാക്കുകൊണ്ട് പോലും അവർ നോവിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതും. ഒരു നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലി കിട്ടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറിന് ശേഷം എന്നെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ചോദിച്ചോട്ടോ ഡോക്ടറുടെ അടുത്ത് എന്തോന്ന് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടറിനോട് ഒരു ചിക്കൻ ബിരിയാണി എന്നെ വാങ്ങിച്ചു ചോദിച്ചു. ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ റിലേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുഞ്ഞിനെ എന്തായാലും ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അവരുടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ പോലെ ഇരിക്കുന്ന കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കങ്ങനെ തീർത്ത് പറയാനൊന്നും പറ്റൂല കേട്ടോ ഇങ്ങനെ ആരെ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. കാരണം ഇനി കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരും. ആ സമയമാകുമ്പോൾ മനസ്സിലാവും ആരെ പോലെയാണെന്നുള്ളത്. പിന്നെ ഹോസ്പിറ്റലിൽ അമ്മു നേഹയും നമ്മുടെ അവിടെ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കുഞ്ഞ് ജനിച്ചപ്പോൾ 3.4 kgs ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, ഡെലിവറി ടൈം പിന്നെ എടുക്കും, നല്ല പെയിൻഫുൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചെക്കപ്പിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞാനും അരന്തണ്ണനും ചോക്കോയും മാത്രമുള്ള ഒരു ലോകത്തേക്ക് പുതിയ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അതിന് നല്ല എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു സന്തോഷമാണോ അത് എന്താണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണല്ലോ കേട്ടോ. എനിക്ക് അത്രയ്ക്ക് എന്തോ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ. തീർച്ചയായിട്ടും നമുക്ക് ഉറക്കമൊക്കെ കുറയും. പക്ഷേ എനിക്കങ്ങനെ ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല. കാരണം എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറും. അപ്പം നമ്മൾ ഈ ഒരു കാര്യമൊക്കെ മിസ് ചെയ്യും കേട്ടോ. അവർ ഉറങ്ങുന്നത്, അവർ ചിരിക്കുന്നത്, അവരുടെ ഒരു കുഞ്ഞ് ഫേസൊക്കെ മിസ് ചെയ്യും. അപ്പോൾ അതൊന്നും എനിക്ക് മിസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഉറക്കമില്ലായ്മയൊന്നും ഞാൻ വലിയൊരു കാര്യമൊക്കെ എടുക്കുന്നില്ല. ഇടയ്ക്ക് കിട്ടുന്ന സമയമൊക്കെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല. ആദ്യത്തെ ഒരു ദിവസം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് യൂസ്ഡായി. ഹോസ്പിറ്റലിൽ നിന്ന് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹിച്ചേട്ടൻ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപർണയും ചേട്ടനോട് കുഞ്ഞിനെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോഴാണ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാരണം പെട്ടെന്നാണ് അവർ വന്നിട്ട് പറഞ്ഞത് ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന്. പിന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു. പിന്നെ ചേട്ടൻ പോയി കാർ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ റെഡിയായി പോകാനായിട്ട്. ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ വൈഫും പ്രഗ്നൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം മോനെ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് 22nd കേട്ടോ ചേട്ടൻ്റെ മോള് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് ബില്ലെല്ലാം പേ ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ കുഞ്ഞിനെയും കൊണ്ടിട്ട്. എനിക്കൊരു കുഞ്ഞ് ട്രോഫി കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ലിഫ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടി സിസ്റ്റർ. ഞാനായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ പുള്ളിക്കാരി. അപ്പോൾ അതേ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട്. എനിക്ക് യൂട്യൂബ് ചാനലുള്ള കാര്യം ആ ലേബർ റൂമും എൻ്റെ ഡോക്ടറും എല്ലാവരും അറിഞ്ഞു കേട്ടോ. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ അവിടെ പെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡെലിവറിക്ക് പെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അറിഞ്ഞു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത്. പിന്നെ അവിടെ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് എന്തോ ഒരു മിസ്സിങ് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ഈ ഒരു 9 മാസവും നമുക്ക് ഡെയിലി ചെക്കപ്പും ഓരോ മാസവും സ്കാനിങ്ങും ഡോക്ടർ വിസിറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി. അപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ വന്ന് ഇനി അടുത്ത മാസം തൊട്ട് നമുക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പം എന്തോ ഒരു വിഷമം കേട്ടോ. ആ ഒരു ബേബി ബമ്പും എല്ലാം ഒന്ന് മിസ് ചെയ്യുന്നു. അവ ഇങ്ങനെ വയറിൽ കിടന്ന് ചവിട്ടുന്നതും എല്ലാം എന്തോ ഒരു മിസ്സിങ് ആയിട്ട് തോന്നി കേട്ടോ ഈ ഒരു സമയത്ത്. അങ്ങനെ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവരെന്തോ എനിക്ക് സർപ്രൈസ് ആയിട്ട് എന്തോ ബലൂണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അപർണയുടെ വായിന്ന് അറിയാതെ വീഴുന്ന അവൾ സർപ്രൈസൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എൻ്റെ എന്ത് കാര്യത്തിൽ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ്. ഇവർ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തന്നെ പറയും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഞാനും എൻ്റെ കുട്ടി സുന്ദരനും കൂടെ വീട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ് കേട്ടോ. അപ്പം ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് വലതുകാലം വെച്ച് കയറാനാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കയറി വന്ന ഉടനെ തന്നെ സർപ്രൈസ് ആയതുപോലെ ഞാനൊന്ന് അഭിനയിച്ചു കേട്ടോ. അല്ലെങ്കിൽ അവർക്കെല്ലാം വിഷമം വരും. അതുകൊണ്ട് ഭയങ്കര സർപ്രൈസ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതേ അഭിനയിച്ചുകൊണ്ട് കയറി വരുവാണ്. ഞാൻ ആദ്യം വന്നുടനെ അന്വേഷിച്ച ഒരാൾ ചോക്കോയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും ചോക്കോ തന്നെയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി പുതിയ ആരോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. എനിക്ക് പെട്ടെന്നാണ് കേട്ടോ ഡിസ്ചാർജ് പറഞ്ഞത്. അപ്പോൾ ഉണ്ണി അതുവരെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയിട്ട് അവർ പറ്റുന്ന രീതിക്കൊക്കെ പാവം കേട്ടോ. ഉണ്ണി ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോക്കോനെ കുറച്ച് മണപ്പിക്കാനുള്ള സമയം കൊടുത്തു. കാരണം അവർക്ക് എല്ലാം ഒന്ന് മണപ്പിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുള്ളതുകൊണ്ട് കുറച്ച് മണപ്പിക്കാനുള്ള സമയമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാം ബേബി ബോയുടെ ബലൂണും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു വീട് ഫുള്ളും. അപർണയും ചേട്ടനും വന്നപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തന്നെ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് മുറിക്കാനായിട്ട്. അപ്പോഴാണ് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും കേക്കൊക്കെ മുറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉറക്കമില്ലാത്ത രാത്രികൾ ഇനി ഇവിടെ സ്റ്റാർട്ടാകുവാണ് കേട്ടോ, എൻ്റെതും അമ്മയുടേതും. അടുത്തടുത്ത് വരുന്ന ഷോർട്സിൽ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കമൻസും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അറിയിക്കുക. ഇനി നമ്മുടെ ചാനലിൽ വരുന്ന വ്ളോഗ്സിലെല്ലാം പുതിയ ഒരാളും കൂടെ കാണും. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.